ഹലോ 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 മച്ചന്മാരെ, നമ്മളിന്ന് വീട്ടിലിരുന്നപ്പോൾ നമുക്ക് ബോറടിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ഒരു പോളോ GT നമ്മളെടുത്തായിരുന്നു. നമ്മൾ ഷോറൂമിൽ കുറേ ദിവസം വെറുതെ കിടക്കുമായിരുന്നു കേട്ടോ. നമ്മൾ സൈലൻസർ മാറി എൻജിൻ മാറ്റി അത്രേ ചെയ്തുള്ളൂ. പിന്നെ നമ്മൾ അതേപോലെ വീട്ടിൽ കൊണ്ടിട്ടായിരുന്നു. ഗിയർ ബോക്സ് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്, അത് മാത്രമേ ചെയ്തുള്ളൂ. വീട്ടിൽ കിടക്കുമായിരുന്നു കേട്ടോ വെറുതെ. ഇപ്പോൾ നമ്മൾ ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് വെച്ചാൽ ഇറക്കിയതാണ്. നോക്കിയപ്പോൾ കാല് ചവിട്ടാൻ പറ്റുന്നില്ല, പറക്കമാണ് വണ്ടി. അപ്പോൾ ഒരു വണ്ടി ഇടിച്ച് വണ്ടി സ്പീഡ് കാരണം ബാലൻസ് കിട്ടുന്നില്ല ഗൈസ്. വണ്ടി ഫ്രണ്ട് ഞാളിങ്ങി കൊണ്ട് ശരിയാക്കാം. പൈസയൊക്കെ ഒരു വിഷയമാണോ, കൊണ്ട് ശരിയാക്കാം ഗൈസ്. നമുക്ക് ശരിയാക്കേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട്. നേരെ വയതിന് അടുത്ത വെച്ചാണ് വണ്ടി ഇടിച്ചത്. എൻജിനൊന്നും പറ്റിയില്ല, പറ്റിയായിരുന്നു പൈസ പോയി. അതിനൊക്കെ നല്ല പൈസ ആവും കേട്ടോ. ഒക്കെ നമ്മളെ വണ്ടിയുടെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്കെല്ലാം വണ്ടി ബാലൻസ് കിട്ടുന്നില്ല. ഇടിച്ചിടിച്ച് വായുത്തിന് ബ്രേക്ക് കിട്ടി. ഇപ്പോൾ ചെന്ന് അടുത്ത് കയറി ഞാൻ പോവാം. ഞാൻ നിങ്ങളൊരു വ്യൂ പോയിന്റ് കാണിച്ചിട്ടെ. വ്യൂ പോയിന്റ് അല്ല, ഒരു റോഡാണ്. കാണാനൊക്കെ അടിപൊളിയാണ്. കുറേ സൈഡിൽ ഫുള്ള മരവും മലയും കുറേ കുട്ടിച്ചെടികളും. ഇനി നമുക്ക് ആ സ്ഥലത്തോട്ട് പോകാം. നമ്മൾ അവിടെ ചെന്ന് വണ്ടി നിന്ന് പറപ്പിക്കുകയും കൂടെ ചെയ്യാം സ്പീഡ്. പക്ഷെ അവിടെ ഫുള്ള് വളമാണ്. പക്ഷെ ഇവിടുത്തെ പോലെ വണ്ടിയില്ല അവിടെ പറപ്പിക്കാന്നേ ഉള്ളൂ. അവിടെ ചെന്ന് ആടി ഇടിച്ച് രണ്ടാം പറ്റാൻ സാധ്യതയില്ല. ബ്രേക്ക് കട്ടയാണ് കേട്ടോ, ഫ്രണ്ടിനൊന്നും പറ്റിയില്ല. അപ്പോൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇടിക്കാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ട് എറിഞ്ഞു അടി മാറിയ പോലെ, അതൊന്നും വിഷയമില്ല. നിങ്ങളിപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒത്തിരി അങ്ങ് താത്തിടരുത്. ഞാൻ അറിയാതെ താത്തിട്ടാണ് ഇപ്പോൾ ഇതാ അവസ്ഥ. എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല, വെറുതെ വീട്ടിട്ടേക്കാണ്. പിന്നെയും ചേട്ട വരുന്നത് സ്പീഡിൽ കൊണ്ട് ബ്രേക്ക് ഇടുന്നത്. ഇൻഡിക്കേറ്റർ എടുത്തില്ല, ഒന്നും എടുത്തില്ല. ഓറാണ് റെഡ് ലൈറ്റ്. നമ്മളൊക്കെ ഭയങ്കര മഞ്ഞാണ് ഗൈസ്. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് പോകത്തുള്ളൂ. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ലല്ലോ. ചുമ്മാ ഏരപ്പിച്ച് ഷോ കാണിക്കും ഗൈസ്, പൊട്ടിക്കാം. ഇപ്പം ഞാൻ എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കൂട്ടുകാരൻ ദേവദേവ് എന്നാണ് കേട്ടോ പേര്. അവൻ പറഞ്ഞു ഒരു വീഡിയോ ഇടുന്ന്. അപ്പോൾ ആ പേര് ഞാൻ ചുമ്മാ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, അതിനുവേണ്ടി ഇട്ടാണ് കേട്ടോ വീഡിയോ. വലിയ ഇതൊന്നുമില്ല, വെറുതെ അവൻ പറഞ്ഞുകൊണ്ട് മാത്രം ഒന്നും ഇടുന്നതേ ഉള്ളൂ. എൻ്റെ യൂട്യൂബ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതാണോ പറഞ്ഞത് ഈ സ്ഥലം, ആ റെഡ് ഗേറ്റ്. എനിക്ക് കയ്യിലുള്ളത് അയ്യോ തിരിഞ്ഞു പോയില്ലോ. ഞാൻ ഒന്നിച്ചാൽ നമുക്ക് വളഞ്ഞ് അങ്ങോട്ട് തന്നെ പോകാം. തിരിച്ച് വന്ന സ്പീഡിൽ തിരിച്ചു പോകാം. സുപ്രകാരം ഇപ്പോൾ ഒന്ന് കയറിയനെ. വീട്ടിലോട്ട് എന്തിനും കാണാണ് കേട്ടോ ഇരിക്കുന്നത്. അതാ എത്ര സ്പീഡ് ഓഫ് എടുത്തിട്ടി. ഹെഡ്ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് പതുക്കെ പോകാം. വളരെ വളരെ പതുക്കെ പോയി നമുക്ക് ആസ്വദിച്ച് പോയാൽ മതി. നികുതിയൊന്നുമില്ല, നമ്മൾ എന്തായാലും ഇറങ്ങിയതില്ല. ഇവിടെ ഭയങ്കര തണുപ്പാണ്. മഞ്ഞൊന്നുമില്ലെന്ന് പറഞ്ഞാൽ വാഗമൺ മൂന്നാർ പോലെ തണുപ്പാണ്.
വരുന്ന കാർക്ക് തരാം. പറ്റുന്ന ഒന്ന് കാണും. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ വീഡിയോനെ. നല്ല രസമാണ് ഇത് കാണാൻ. നിങ്ങൾ നേരിട്ട് വന്ന് കാണണം, എന്നാലേ അറിയും. വീഡിയോ കണ്ട ഒരു വൈബ് കിട്ടത്തില്ല. നിങ്ങൾ നേരിട്ട് വന്ന് കാണണം. ഇവിടെ നിന്ന് കാണാനില്ല, കനാല് പോലത്തെ ഇവിടെ നമുക്ക് പറപ്പിക്കാം. അത്രേ ഉള്ളൂ. പോവുകയാണ്, നല്ല രീതിയിൽ പോവുകയാണ്. അതുകൊണ്ട് ഇതുവരെ എങ്ങും തട്ടിയിട്ടില്ല. സാധാരണ ഇതുവരെ എൻ്റെ കാർ ഇങ്ങനെ തട്ടാതെ പോയിട്ടില്ല. ഞാൻ ലൈസൻസ് എടുത്തിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോഴേ ഒരു പോളോ GT എടുത്തിട്ടുണ്ടെങ്കിൽ വന്നു. പൈസയൊക്കെ നമുക്ക് വിഷയമാണ്. കണ്ടു, പോളോ GT ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. നേരെ കൊണ്ട് എൻജിൻ പണിയിട്ടു, വീട്ടിൽ കയറ്റി 2 സൈലൻസറും വെച്ചു. അത്രയേ ഉള്ളൂ, ഇറക്കിയുള്ളൂ. അത് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് എനിക്ക് വളരെ കുറവാണ്. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഗൈസ്. നേരത്തെ പറയേണ്ടായിരുന്നു, വണ്ടിയുടെ ഫ്രണ്ടൊന്ന് തട്ടി. ചെറുതായിട്ട് തട്ടിയുള്ളൂ, വലിയ വിഷയമൊന്നുമില്ല. അത് പറയണ്ടായിരുന്നു. ചളങ്ങി കാണും, നോക്കട്ടെ. വിഷയമില്ല, ചെറുതായിട്ട് തിളങ്ങിയിട്ടുണ്ട്. പോകാം നമുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ പോയിന്റ്. ഇനി വലുതായിട്ട് കാണാനൊന്നും ഇല്ല, ഞാൻ കണ്ടു കാണാനില്ല. നമുക്ക് ഇച്ചിരി അതിനോട് പതുക്കെ പോയിട്ട് മാറിപ്പിക്കാം ഗൈസ്. സ്ഥലം തീർന്നു. ഇനി പറപ്പിക്കാൻ നമുക്ക് നേരെ വീട്ടിലോട്ട് പറപ്പിക്കാം. ഞാൻ ഇടയ്ക്ക് വെച്ച് പറപ്പിച്ചായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് തോന്നുന്നു. ആ റോഡ് ചീന എരപ്പിച്ച് പോയില്ലായിരുന്നു, പറപ്പിച്ചായിരുന്നു വെച്ചിട്ട്. പഴയ തട്ടാതിരിക്കാനാണ് കേട്ടോ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് പോകുന്നത്. ചെറുതായിട്ട് ഇറങ്ങുന്നതിനുള്ള വിഷയമില്ല, ഹാൻഡ് ബ്രേക്ക് ഇട്ട് പോകാം. ഞാൻ കിടന്നിറങ്ങുന്ന വെച്ചാൽ വീട്ടിലൊന്നും അല്ല, ഒരു ചെറിയ ഹോട്ടലാണ് കേട്ടോ. ആൾക്ക് സ്ഥലം വേണേൽ പറഞ്ഞാൽ മതി. 2 ലക്ഷം രൂപയാണ്. ബൈ ആൻഡ് ഗെറ്റ് പ്രോഫിറ്റ് ആ കേട്ടോ. എന്നാൽ വാങ്ങിക്കാന്നേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ 3 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. ഞങ്ങൾ ആകമൊക്കെ ഇത് കാണിച്ചു തരാം. വണ്ടി ഓഫ് ചെയ്തു. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കിടക്കുമ്പോൾ വണ്ടിയുടെ ലുക്ക് നോക്കണേ. വാ, ആ ഹെഡ്ലൈറ്റൊക്കെ ഇട്ട് കിടുക്ക നിൽക്കുകയാണ്. കയറാം ഹോട്ടലിനകത്ത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ 3 സ്റ്റാർ ഹോട്ടൽ. ഫുഡൊക്കെ നല്ലതാണ്. ആർക്കെങ്കിലും വേണം വന്ന് കഴിച്ചിട്ട് പോകാവുന്നതാണ്. നമ്മുടെ ബെഞ്ചൊക്കെ ഇതാണ്, നല്ല വൃത്തിയുള്ള ബെഞ്ചാണ്. ഒരു ബാൽക്കണി പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ബാൽക്കണി പോലത്തെ സ്ഥലം. ഇത് വെയിറ്റേഴ്സിനൊക്കെ ഉള്ളതല്ല, വെയിറ്റേഴ്സിനൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ.